നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണണം. പ്രത്യേകിച്ച് വർക്കല മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരും ജനങ്ങളും സഖാക്കളും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്നലെ രാത്രിയിൽ റിപ്പോർട്ടർ ചാനലിലെ ഒരു ചർച്ചയ്ക്കിടെ കോൺഗ്രസിന്റെ നേതാവും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഒരു ഉപേക്ഷയുമില്ലാതെ വിഡ്ഢിത്തങ്ങളും നുണകളും പറയുന്ന BRM ഷഫീർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് രണ്ട് വലിയ നുണകൾ പറയുകയുണ്ടായി. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകണം. എന്നാലും കേൾക്കാത്തവർക്കായിട്ട് ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അരുൺകുമാർ ഇപ്പോഴും RSS ആയി കാണത്തില്ല. പക്ഷെ അരുൺകുമാർ വിശ്വസിക്കുന്ന നേതാക്കന്മാർ ഒന്നാകെ RSS ആണ്. പോലീസ് RSS ആണ്. ഞാൻ ഒരു കാര്യം കൂടി. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അടുത്ത് ചാടുന്നത്? CPI ഉൾപ്പെടുന്ന ഇടതുപക്ഷ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്രേ, നിങ്ങൾക്ക് അടുത്തതിന് ഒരു തുടർ ഭരണം ഒരിക്കൽ കൂടി ഉണ്ടാക്കി തരാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? അപ്പോ ബിനോയ് വിശ്വം ഇന്ത്യയിലെത്രേ എന്നിട്ട് പറഞ്ഞു, എനിക്കതുണ്ട്, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി തന്നെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും RSSന്റെ കേന്ദ്ര നേതൃത്വത്തിനോട് RSS ലൈൻ സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ. നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ല. BRM ഷഫീർ, ഞാൻ വരാം. ഇനി എനിക്ക് പോകാനുള്ളത് ശ്രീ പ്രമോദ് പുഴങ്കരയിലേക്കാണ്. ഞാൻ വർക്കലയിൽ പറയൂ വേഗം. ഞാൻ വർക്കലയിൽ മത്സരിച്ചു. ഞാൻ വർക്കലയിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം ഞാൻ പാറ്റേൺ എടുത്ത് പരിശോധിച്ചപ്പോൾ BJPക്ക് മുന്നണിക്കും 25,000 മുകളിൽ വോട്ട്. ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വെറും 10,100 15,000 വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു മതത്തിന്റെ പേരിൽ. CPM ഉം BJP തമ്മിലുള്ള ധാരണയുടെ പുറത്ത് നിങ്ങൾക്കറിയോ, അത് BJPയിൽ നിന്ന് CPMിലേക്കാണ് ഒഴുകിയത്. 55,000 വോട്ടുണ്ടായിരുന്ന CPMന് വർക്കലയിൽ 70,000 വോട്ടായി മാറി. കൊടുത്തത് RSS ആണ്, വാങ്ങിയത് CPM ആണ്. ഇവർ രണ്ടുപേരും ഒന്നാണ്. കേട്ടല്ലോ, മൈക്കിന്റെ മുമ്പിലായാലും ചാനൽ ചർച്ചയിലായാലും ഒരു ഉളുപ്പുമില്ലാതെ എന്ത് രാഷ്ട്രീയ നെറുകേടും പറയാൻ, എന്ത് നുണകളും പറയാൻ, എന്ത് വിഡ്ഢിത്തങ്ങളും പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു രാഷ്ട്രീയ മാലിന്യമാണ് ഈ പറയുന്ന BRM ഷഫീർ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കാരണം ഇടതുമുന്നണിയുടെ യോഗം നടന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതാണെന്ന്. കാരണം മാധ്യമ പ്രവർത്തകനെ പിടിച്ച് അടുത്തിരുത്തിയിട്ടാണല്ലോ ഈ പറയുന്ന പിണറായി വിജയനും കൂട്ടരും കൂടി ഇടതുമുന്നണിയുടെ യോഗം ചേരുന്നത്. ഇടതുമുന്നണിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയും സഖാവ് പിണറായി വിജയനെതിരെയും എന്ത് കിട്ടിയാലും അത് ആയുധമാക്കി മാറ്റുന്ന സ്മൃതി പരുത്തിക്കാടിന് പോലും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ഈ പച്ച നുണ. അതുകൊണ്ടാണ് സ്മൃതി പരുത്തിക്കാട് ചോദിച്ചത്, RSSനെ പ്രീണപ്പെടുത്തിയാൽ എങ്ങനെയാണ് മൂന്നാമതും വീണ്ടും അധികാരത്തിൽ വരുന്നതെന്ന്. ഒരു MLA പോലും കേരളത്തിലില്ലാത്ത BJPയോട് കൂട്ടുകൂടിയാൽ മൂന്നാമതും അധികാരത്തിൽ വരാമെന്ന് ചിന്തിക്കാൻ RSSന്റെ ശാഖകൾക്ക് കാവൽ നിന്ന നിന്റെ കോൺഗ്രസിന്റെ നേതാവല്ല BRM ഷഫീറെ ഇടതുപക്ഷത്തെ നയിക്കുന്നത്. ഇടതുപക്ഷത്തിനൊരു നയമുണ്ട്, ഇടതുപക്ഷത്തിനൊരു സമര പരിപാടിയുണ്ട്. അതെന്ന് പറയുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ RSSനെയും സംഘപരിവാറിനെയും എതിർക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള രാഷ്ട്രീയ ചെറ്റത്തരങ്ങൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇനിയെങ്കിലും പറയാതിരിക്കുക. ഇനി ഈ വിടുവായൻ പറഞ്ഞ രണ്ടാമത്തെ നുണ, വർക്കല മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ വന്നപ്പോൾ മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ നോക്കിയത്രേ. അപ്പോൾ BJPക്ക് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും 25,000-ഓളം വോട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മത്സരിച്ച സമയത്ത് BJPക്ക് കിട്ടിയത് 10,000 വോട്ടും 15,000 വോട്ടോളം ഇടതുപക്ഷത്തിന് മറിച്ചു എന്ന്. ഇതിന്റെ കണക്കുകൾ വസ്തുതാപരമായി നിരത്തുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ BJPയുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും. ഇവിടുത്തെ BJPക്കാരുടെ ഇപ്രാവശ്യത്തെ വോട്ട് BDJS-നില്ല, NDAക്കില്ല. ഇപ്പൊ എന്റെ അരിയൻ BRM ഷരീഫിലാണ്, അത് ഷബീറിനാണ്. ആ വോട്ട് കൂടെ വീഴുമ്പോൾ റഹീം സാഹിബ് ഇവിടെ ജയിച്ചതുപോലെ, അന്ന് പാർലമെന്റിൽ റഹീം സാഹിബ് പോയതുപോലെ നമ്മുടെ ഈ അസംബ്ലിയിൽ വർക്കലയുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ ഷഫീറിനാണ് പ്രസംഗം പഠിപ്പിക്കേണ്ട. കേട്ടല്ലോ, BRM ഷഫീർ എന്ന പച്ച നുണയനെ സാക്ഷി നിർത്തി KPCC അംഗമായിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ പ്രസ്താവനയാണ്. എന്താണ്? വർക്കലയിലെ BJPയുടെ വോട്ടും BDJSന്റെ വോട്ടും ഒന്നും BJP സ്ഥാനാർത്ഥിക്കല്ല, മറിച്ച് അഡ്വക്കേറ്റ് BRM ഷഫീറിനാണെന്ന്. അത് പറഞ്ഞപ്പോൾ ഒരു നാണവുമില്ലാതെ, ഒരു മാനവും ഉളുപ്പുമില്ലാതെ തലകുനിച്ച് മൗനാനുവാദം കൊടുത്ത് കേട്ടുകൊണ്ടിരുന്ന BRM ഷഫീറാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇടതുപക്ഷത്തെയും BJPയെയും കൂടി കൂട്ടിച്ചേർക്കാൻ നോക്കുന്നത്. ഇനി നമുക്ക് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ വസ്തുതാപരമായി തന്നെ നോക്കാം. 2001 BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇലകമൻ സതീശന് കിട്ടിയത് 3,344 വോട്ട്. കാരണം വർക്കല കഹാർ മത്സരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ BJPക്കാരും കോൺഗ്രസുകാരും സംബന്ധിച്ച ഒരു വലിയ സത്യമുണ്ട്. BJPക്കാർക്ക് കാശ് കൊടുത്തിട്ട് BJPയുടെ വോട്ട് കോൺഗ്രസിന് മറിക്കുന്നു എന്ന്. മാത്രമല്ല വർക്കല കഹാറിന്റെ കാലഘട്ടത്തിൽ വർക്കല കഹാറും വർക്കലത്തെ കോൺഗ്രസും കൂടി കാശ് കൊടുത്തുണ്ടാക്കിയ ഒരു സംഘടനയാണ് DHRM.
കേരളത്തിലെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ആ പേര് കേട്ടിട്ടുണ്ടാവും. വർക്കല മണ്ഡലത്തിലുള്ള രണ്ട് നിരപരാധികളെ കൊന്ന സംഘടനയുടെ പേരാണ് DHRM. ഈ DHRMന് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയത് വർക്കല കഹാറും വർക്കലയിലെ കോൺഗ്രസ്സുകാരുമാണ്. ആ DHRMനോടുള്ള വർക്കല കഹാറിന്റെ പ്രണയം മൂക്കുന്നത് കണ്ടിട്ട് സഹികെട്ടിട്ടാണ് ജനശ്രീ മിഷന്റെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററും വർക്കല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവുമായ 4 വട്ടം വർക്കല നഗരസഭയിൽ മത്സരിച്ച് ജയിച്ച ജനപ്രിയനായിട്ടുള്ള കൗൺസിലറായിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന KG സുരേഷ് BJPയിലോട്ട് പോയത്. എവിടെ നിന്നോ വർക്കലയിലേക്ക് വന്ന BRM ഷഫീറിന് ഈ ചരിത്രമൊന്നും അറിയില്ല. പക്ഷെ വർക്കല മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഞാൻ അടക്കമുള്ള വർക്കലയിലെ വോട്ടർമാർക്ക് ഈ സത്യം അറിയാം. ഇനി നമുക്ക് 2006 കണക്ക് നോക്കാം. അന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ചെറുനിയൂർ ശിവപ്രസാദിന് കിട്ടിയത് 1625 വോട്ട്. ബാക്കി വോട്ടുകളെല്ലാം വർക്കല കഹാർ കാശ് കൊടുത്തു വാങ്ങി. അവിടെയും കഹാർ ജയിച്ചു. 2011 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇലകമൺ സതീശൻ മത്സരിക്കുമ്പോൾ അന്ന് BJPക്ക് കിട്ടിയത് 3430 വോട്ട്. അപ്പോഴും വർക്കല കഹാറാണ് ജയിച്ചത്. കാരണം BJPയുടെ വോട്ട് കാശ് കൊടുത്തു വാങ്ങി. ഇനി 2016 വന്നാൽ അന്ന് BJP അല്ല വർക്കല മത്സരിച്ചത്, BDJS ആണ്. അന്ന് BDJSന്റെ സ്ഥാനാർത്ഥിയായ അജി SRMന് 19,872 വോട്ട് കിട്ടി. നോക്കണം, അതായത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും 5000 കടക്കാത്ത BJPയുടെ വോട്ടിന്റെ നിലയാണ്. ഏതാണ്ട് 14,000 വോട്ടുകളോളം 15,000 വോട്ടുകളോളം BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടി. അതിൽ BDJSന്റെയും വോട്ടുണ്ട്. അത് കഴിഞ്ഞ് 2021 എത്തുമ്പോൾ അന്ന് അജി SRMന് 11,214 വോട്ട് കിട്ടി. ഏതാണ്ട് 7,000 വോട്ടുകൾ കുറവ്. പക്ഷേ ഒരു കാര്യം നമ്മൾ അവിടെ ചിന്തിക്കണം. കേരളത്തിലുടനീളം ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ച ആ കാലയളവിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വർക്കലയിലെ വികസനങ്ങൾ കണ്ട് അഡ്വക്കേറ്റ് V ജോയി അണ്ണന് വർക്കലയിലെ പ്രബുദ്ധരായ വോട്ടർമാർ വോട്ട് ചെയ്തു. മാത്രമല്ല, മുടങ്ങാതെ 1,600 രൂപ പെൻഷൻ കയ്യിൽ കിട്ടിയപ്പോൾ വർക്കല മണ്ഡലത്തിലെ വയോജനങ്ങൾ വോട്ട് ചെയ്തു. അങ്ങനെയാണ് ജോയി അണ്ണന് 68,816 വോട്ട് കിട്ടുന്നത്. അഡ്വക്കേറ്റ് BRM ഷഫീറെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇതുപോലെ വിടുവായത്തങ്ങൾ വിളമ്പുമ്പോൾ ചരിത്ര സത്യങ്ങൾ കണക്കുകളായിട്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നിങ്ങൾ ഓർത്തില്ലെങ്കിലും ഞങ്ങൾ ഓർക്കും, നിങ്ങളെ അത് ഓർമ്മിപ്പിക്കും. പിന്നെ അഡ്വക്കേറ്റ് BRM ഷഫീർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കുലംകുത്തിയും രാഷ്ട്രീയ മാലിന്യവുമാണ്. കാരണം വർക്കല കഹാറിനെ അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം കഴിവില്ലാത്തവനാണെന്നും അതുകൊണ്ടാണ് വർക്കലയിൽ വികസനങ്ങൾ നടക്കാത്തതെന്നും പറഞ്ഞവനാണ് അഡ്വക്കേറ്റ് BRM ഷഫീർ. ഇത് വെറുതെ പറഞ്ഞതല്ല. നമുക്കൊന്ന് കേൾക്കാം. ആധുനിക വർക്കലയുടെ പിതാവാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വർക്കല കഹാർ. അദ്ദേഹം കൊണ്ടുവന്ന പല വികസന പദ്ധതികളും തൻ്റെ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാകാം ഒന്നുപോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല. ഇതാണ് അഡ്വക്കേറ്റ് BRM ഷഫീർ. 2021 വർക്കല മണ്ഡലത്തിൽ മത്സരിക്കാൻ അഡ്വക്കേറ്റ് BRM ഷഫീർ വന്നപ്പോൾ പല നുണകളും പറഞ്ഞു, പല അപവാദങ്ങളും പ്രചരിപ്പിച്ചു. അത് പ്രചരിപ്പിച്ചപ്പോൾ എൻ്റെ നാട്ടിലെ കോൺഗ്രസ്സുകാരടക്കം അത് പ്രചരിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് അതിൻ്റെ യഥാർത്ഥ തെളിവുകൾ നിരത്തി, വസ്തുതകൾ നിരത്തി, ആ കള്ളത്തരങ്ങൾ പൊളിച്ച് യഥാർത്ഥ സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഭാഗവാക്കായ ഒരാളാണ് ഞാൻ. അതിൻ്റെ പേരിൽ രാഷ്ട്രീയ ശത്രുത മനസ്സിൽ കരുതി 2023 റമദാൻ ടൈമിൽ വ്യക്തിപരമായ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായപ്പോൾ എനിക്കെതിരെ ഉണ്ടാക്കിയ ഒരു അപവാദ കഥയുണ്ട് നടയറയിലെ കോൺഗ്രസ്സുകാർ. ആരാണെന്നറിയില്ല, കോൺഗ്രസ്സുകാരുമല്ല, ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ്സുകാരിൽപ്പെട്ട ചിലർ. ആ അപവാദം ഇങ്ങനെയായിരുന്നു. അതായത് എത്തിയുമായ പെണ്ണിന്റെ കല്യാണത്തിന് വെച്ചിരുന്ന പൈസയും അടിച്ചുകൊണ്ട് ഗൾഫിൽ പോയവനാണ് ഞാനെന്ന്. അതായത് 2016 സെപ്റ്റംബർ 4 നാട്ടിൽ നിന്നും സൗദി അറേബ്യയിൽ വന്ന ഞാൻ 2018 റമദാനിൽ മതപ്രസംഗം നടത്തി. ആ പ്രസംഗത്തിലൂടെ പിരിച്ച പൈസ 2016 ഗൾഫിലേക്ക് വന്ന ഞാൻ അടിച്ചുകൊണ്ട് പോയെന്ന്. അപ്പോൾ ഇത്രത്തോളം രാഷ്ട്രീയ നെറിയേടുകൾ കാണിക്കുന്നവരാണിവർ. നേതാവ് ഇതുപോലെയുള്ള രാഷ്ട്രീയ ചെറ്റത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള അണികളിൽ നിന്നും നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നൊരു കാര്യം, BRM ഷഫീറെ, മൊട്ടത്തലയിൽ വിഗ് വെച്ചാലും ആ തലയ്ക്കകത്തെ ചാണക ബുദ്ധിയുണ്ടല്ലോ, അത് വർക്കലയിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ തോറ്റത്. ഇനി ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വർക്കല മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി. എന്തുകൊണ്ടാൽ നിങ്ങളൊരു പച്ച നുണയനാണെന്നും വിടുവായത്തങ്ങൾ വിളമ്പാൻ ഒരു മടിയുമില്ലാത്തവനാണെന്നും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഇജടയെ വർക്കലയിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കില്ല എന്ന് 100% ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളിൽ ചില വാക്കുകൾ അതിര് കടന്നിട്ടുണ്ട്. വേണമെന്ന് പറയുന്നതല്ല. കോൺഗ്രസ്സുകാരോടും BRM ഷഫീറിനോടും വർക്കലയിലെ പ്രബുദ്ധരായ ജനങ്ങളോടും ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ആശയം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. പക്ഷേ ഇതുപോലെയുള്ള രാഷ്ട്രീയ നെറികേടുകൾ കണ്ട് മടുത്ത് നമ്മുടെ മനസ്സ് മടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരും. ഞങ്ങളാരും ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞു തരുന്നതും ഇങ്ങനെയൊന്നുമല്ല. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടതിന് ശേഷവും പല സഖാക്കളും എന്നെ വിളിക്കും, സഖാവെ ഇത്രയും വേണ്ടിയിരുന്നില്ല, അതിര് കടന്നുപോയെന്ന്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ആശയം കൊണ്ട് രാഷ്ട്രീയത്തെ ഞങ്ങൾ നേരിടുമ്പോൾ
രാഷ്ട്രീയ തെമ്മാടിത്തരം കാണിച്ച് ഞങ്ങളെ നേരിട്ടാൽ അതിനെ പ്രതികരിക്കാനും അതിന്റെ യഥാർത്ഥ വസ്തുതയെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും പച്ച ലൈറ്റും കത്തിച്ച് കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ സൈബർ കടന്നലുകൾ. അത് BRM ഷഫീർ ഇനിയെങ്കിലും ഓർക്കുക. ലാൽ സലാം പ്രിയ സഖാക്കളെ, വിപ്ലവ അഭിവാദ്യങ്ങൾ.